ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പെസഹാകാലം 3-ാം വാരത്തിലെ ബുധനാഴ്ചയിലേക്കാണ് നാം പ്രവേശിച്ചിരിക്കുന്നത്. തിരുസഭ മാതാവ് നമുക്കിന്ന് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 35 മുതൽ 40 വരെയുള്ള വാക്യങ്ങളാണ്. ക്രിസ്തു നിത്യജീവൻ നൽകുന്ന ജീവൻ്റെ അപ്പം ഞാൻ തന്നെയാണ് എന്ന് ഇന്നലെ പറഞ്ഞ സുവിശേഷത്തിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്നത്തെ സുവിശേഷവും. തനിക്ക് ചുറ്റും കൂടിയിരിക്കുന്ന ജനം താൻ ഇത്രയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളുമെല്ലാം ചെയ്തിട്ടും തന്നിൽ വിശ്വസിക്കുന്നില്ല എന്ന് കാണുമ്പോൾ തന്നിൽ വിശ്വസിക്കുന്നവന് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾ എന്തെല്ലാമാണ് എന്ന് എണ്ണി പറഞ്ഞ് ഒരു ജനത്തെ തന്നിൽ വിശ്വസിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്ന ക്രിസ്തുവിനെ ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. നാളെ എനിക്ക്, എൻ്റെ കുടുംബത്തിന് എന്ത് സംഭവിക്കും എന്ന ഉത്കണ്ഠയിൽ, ആകുലതയിൽ വലുതും ചെറുതുമായ ലൈഫ് ഇൻഷുറൻസ് പദ്ധതികളിൽ ചേരുന്നവരല്ലേ നമ്മൾ. 1 വർഷത്തെ ഇൻഷുറൻസ് പോളിസി മുതൽ മരണം വരെ ഇങ്ങനെ ഭീമമായ തുകകൾ മുടക്കി നമ്മൾ ഇത്തരം ഇൻഷുറൻസ് പദ്ധതികളിൽ ചേരുമ്പോൾ നാം സുരക്ഷിതരാണ് എന്ന് നാം വിചാരിക്കുന്നു. എന്നാൽ നമ്മുടെ മരണത്തിനപ്പുറം നമ്മുടെ ആത്മാവ് സുരക്ഷിതമാണോ? സുവിശേഷത്തിലൂടെ ക്രിസ്തു നമ്മെ ക്ഷണിക്കുക നമ്മുടെ ആത്മാവിനെ സുരക്ഷിതമാക്കാൻ കഴിയുന്ന ക്രിസ്തു നൽകുന്ന നിത്യമായ ആ സുരക്ഷിതമായ വാഗ്ദാനത്തിലേക്കാണ്. ക്രിസ്തു നമ്മുടെ ആത്മാവിന് ഇന്നത്തെ സുവിശേഷത്തിൽ നൽകുന്ന ഇൻഷുറൻസ് അഥവാ സുരക്ഷ എന്നത്, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല, അന്ത്യദിനത്തിൽ ഞാൻ അവനെ ഉയർപ്പിക്കും എന്നതാണ്. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല, അന്ത്യദിനത്തിൽ ഞാൻ അവനെ ഉയർപ്പിക്കും എന്ന് വചനം ധ്യാനിക്കുമ്പോൾ മനസ്സിൽ കൂടി കടന്നു പോകുന്ന ആദ്യത്തെ ചിന്ത ആ കുരിശിൽ കിടക്കുന്ന നല്ല കള്ളൻ തന്നെയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്ന കാര്യം, ഒരു ജനക്കൂട്ടം മുഴുവനും തിരിച്ചറിയാതെ പോയ കാര്യം ആ കള്ളൻ തിരിച്ചറിയുന്നുണ്ട് എന്നത് തന്നെയാണ്. ക്രിസ്തു ആ സ്വർഗരാജ്യത്തെ പറ്റിയും പിതാവും താനുമായുള്ള ആ ആത്മബന്ധത്തെ പറ്റിയും എല്ലാം പറയുമ്പോഴും അതെല്ലാം കേട്ടിട്ടും ഒരു ജനത അവനിൽ വിശ്വസിക്കാതെ നിൽക്കുന്നു. മറുവശത്ത് ലോകത്തിലെ ഏറ്റവും നികൃഷ്ടമായ കുരിശുമരണം കാത്തു കിടക്കുമ്പോഴും നീ നിന്റെ രാജ്യത്തായിരിക്കുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ എന്ന ഒറ്റ വാക്കിൽ ആ കള്ളൻ തൻ്റെ ആത്മാവിനെ സുരക്ഷിതമാക്കി. ക്രിസ്തു നൽകുന്ന പുനരുദ്ധാനത്തിൻ്റെയും നിത്യജീവൻ്റെയും വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുവാനും അതനുസരിച്ച് ജീവിക്കാനുമായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ഓരോ നിമിഷവും ക്രിസ്തുവിൽ ആഴമായ ഈ ബന്ധം വളർത്തിക്കൊണ്ട് ആ ജീവൻ്റെ അപ്പത്തെ ഓരോ ദിവസവും സ്വീകരിച്ചുകൊണ്ട് ആ പിതാവുമായിട്ടുള്ള ആ ആത്മബന്ധത്തിൽ പങ്കുചേരുവാനും നമ്മുടെ ആത്മാവിന് നിത്യമായ സുരക്ഷ നൽകുന്ന ആ നല്ല കള്ളൻ പ്രാർത്ഥിച്ച് കയറിപ്പറ്റിയ ആ പർദീസയിലേക്ക് ക്രിസ്തുവിലൂടെ നമുക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കട്ടെ. ആമേൻ.